ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രാസിൽ പുല്ലിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു ഫോട്ടോയെ ഫിക്സ് ചെയ്യും. അതായത് നമ്മുടെ ഒരു ഫോട്ടോ അതിൻ്റെ എൻഡ് ഭാഗം, ചിലപ്പോൾ കാലിൻ്റെ ഭാഗം, അങ്ങനെയുള്ള ഭാഗം ചിലപ്പോൾ കട്ടുള്ളതായിരിക്കും. അതായത് അത് പുല്ലിൽ എങ്ങനെയാണ് നമുക്ക് ഫിക്സ് ചെയ്യുക, പിന്നെ ശേഷം നമുക്ക് ഷാഡോ ഒക്കെ കൊടുത്ത് ഒരു ഒറിജിനാലിറ്റി രീതിയിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക, ഒരു ഒറിജിനൽ രീതിയിൽ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ടിപ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മുടെ ഫോട്ടോ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നത് വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കട്ട് ചെയ്യുന്നതാണ്. അത് പെർഫെക്റ്റ് ഒന്നും ആയിരിക്കണമെന്നില്ല, എന്നാലും വെറുതെ ഒന്ന് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മളതിന് ശേഷം നമ്മുടെ ഫോട്ടോ ആ പുല്ലിൽ കൊണ്ടുപോയി, ആ ഗ്രാസിൽ കൊണ്ടുപോയി ഇങ്ങനെ സാധാരണ രീതിയിൽ വെക്കേണ്ടതുണ്ട്. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുക്കേണ്ടത് എറേസ് ടൂളാണ്. എറേസ് ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആ ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു പുല്ലിൻ്റെ ഗ്രാസിൻ്റെ ഒരു ടൈപ്പുള്ളൊരു ബ്രഷ് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എറേസ് ടൂളാണ് കേട്ടോ. അപ്പോൾ ശേഷം നമ്മൾ ആ ടൂൾ ഉപയോഗിച്ച് നമ്മുടെ ആ കാലിൻ്റെ ഭാഗം ഒന്ന് എറേസ് ടൂൾ ഉപയോഗിച്ച് എറേസ് ചെയ്താൽ മതി. ആ ബ്രഷ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എറേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് പുല്ലിൻ്റെ ആ ഗ്രാസുമായി യോജിച്ചിട്ടുണ്ടാവും. കാരണം അതൊരു ഗ്രാസിൻ്റെ ടൈപ്പിലാണ് അത് എറേസ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ നമ്മളിത് ചെറിയൊരു ഫോട്ടോ ആയതുകൊണ്ടാണ് അത്ര ഒരു ഇത് മനസ്സിലാവാത്തത്. നമ്മളൊരു മരമൊക്കെ ആ ഗ്രാസിലൊരു മരം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഈ എറേസ് ടൂളിനെ കുറച്ചും കൂടി വലുതാക്കി നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ശരിക്കും മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഫോട്ടോ, ചെറിയൊരു സംഭവം, ചെറിയൊരു ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇത് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്ഥാനത്ത് നമ്മളൊരു മരം പോലെയുള്ള ഒരു വലിയൊരു തടിച്ചൊരു സാധനം നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ചെയ്ത് പെർഫെക്റ്റ് ആക്കാൻ പറ്റും. നമ്മുടെ മരത്തിന് ആ ഗ്രാസിൽ നന്നായി ഒറിജിനാലിറ്റിയിൽ നല്ല ഒറിജിനൽ ആ മരം അവിടെ തന്നെ ഉള്ളത് പോലെ തോന്നിക്കുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോയെ നമ്മളിപ്പോൾ ഷാഡോ പോലെ, അതിൻ്റെ ഒരു ഷാഡോ ആണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഫോട്ടോത്തെ ഒന്ന് തലതിരിച്ചിട്ട് അതൊന്ന് ബാക്കിലേക്കിട്ട് ഒന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് എങ്ങനെയാണ് ഷാഡോ ആവശ്യമുള്ളതെന്ന രീതിയിൽ കൺട്രോൾ ടി അടിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം നമുക്കതിനെ ബ്ലറ് കൊടുക്കാം. അതായത് ഗ്ലോസിയൻ ബ്ലർ എന്ന് പറയുന്ന ബ്ലറ് കൊടുത്താൽ ഒന്ന് ചെറുതായി ബ്ലർ ചെയ്ത് വന്നാൽ നേലിൻ്റെ രൂപം കിട്ടുന്നതായിരിക്കും. ശേഷം നമ്മൾ അതിൻ്റെ ഓപ്ഷനാലിറ്റി നമുക്കൊന്ന് കുറച്ച് കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് ഒരു നിഴൽ പോലെ ആക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ബ്ലറാണ്, ഗ്ലോസിയൻ ബ്ലറാണ് ഫിൽറ്ററിൽ പോയി കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മളിതൊന്ന് ഓപ്ഷനാലിറ്റി നമ്മളൊന്ന് കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ അത് കുറച്ച് കൊടുത്താൽ നമുക്ക് ഒരു കൃത്യമായിട്ടൊരു നിഴൽ പോലെ, ഒരു റിയലായ ഒരു ഫോട്ടോ ഉള്ളതുപോലെ നമുക്കത് തോന്നുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ട്രിക്സാണ്, അല്ലെങ്കിൽ നല്ലൊരു സംഭവമാണ്. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ പല ഒരു രീതിയിലുള്ള ഇമേജുകളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് സംഭവം അറിയുന്ന സമയത്ത് നമുക്കത് വളരെ സിമ്പിളായിരിക്കും. അത് അറിയാത്തത് കൊണ്ട് നമുക്കൊരു വലിയൊരു സംഭവമായിട്ട് അങ്ങനെ തോന്നുമായിരിക്കും. ഓക്കെ, ശേഷം നമുക്ക് ആ ഫോട്ടോ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സംഭവിച്ചാൽ നമ്മുടെ ഫോട്ടോ ആദ്യം അവിടെ ഫിക്സ് ചെയ്ത സമയത്ത് ആൾട്ട് ഷിഫ്റ്റ് എൽ എന്ന ഷോർട്ട് കീ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ബാക്ക്ഗ്രൗണ്ടുമായി മാച്ചായി നമ്മുടെ ഫോട്ടോ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് അതല്ല. അതായത് ജസ്റ്റ് ഒന്ന് എങ്ങനെ കട്ട് ചെയ്യാം, ഗ്രാസിലെങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ എഫക്റ്റും കാര്യങ്ങളും, അതായത് ബ്ലെൻഡിങ് ഓപ്ഷൻ പോലെയുള്ള മറ്റുള്ള, അതായത് സ്ട്രോക്ക് കൊടുക്കുക, ഡ്രോപ്പ് ഷാഡോ കൊടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നീട് മറ്റൊരു ടിപ്സിലൂടെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് ടിപ്സുകളും ട്രിക്സുകളും, ഫോട്ടോഷോപ്പ് മാത്രമല്ല ഓൺലൈൻ വർക്ക്സ്, ഇൻ്റർനെറ്റ് അല്ലാത്തത്, ആർട്ട് തുടങ്ങിയ പലതരത്തിലുള്ള ടിപ്സും ട്രിക്സും നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ മറ്റുള്ള പൊതുജീവിതത്തിൽ ആവശ്യമുള്ള പലതരം ടിപ്സുകളും
ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഏകദേശമായിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്നവർക്കൊക്കെ വളരെ ഈസിയായി ഇത് കാണുകയും അത് ട്രൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഫോട്ടോഷോപ്പ് അറിയാമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള നല്ല അടിപൊളി ഡിസൈനുകൾ നമുക്ക് ചെയ്യാം. ഫോട്ടോ മാനിപ്പുലേഷൻ ചെയ്യാം, റീടച്ച് ചെയ്യാം, അങ്ങനെ പലതും ചെയ്യാം. കാരണം ഇപ്പോൾ നമുക്ക് ഓൺലൈനിലൂടെ പല ജോലികളും ഇന്ന് ലഭ്യമാണ്. ഓൺലൈനിലൂടെ ഫ്രീലാൻസിങ് ആയി ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ് പോലെയുള്ള ഫോട്ടോഷോപ്പ് വർക്കുകൾ, ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ, ഇതുപോലെയുള്ള ഓൺലൈൻ വർക്കുകളൊക്കെ നമുക്ക് ഒരുപാട് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കതും കൂടി ഈ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, എങ്ങനെ ഓൺലൈനിലൂടെ പണമുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും